ഒരു പക്ക അറേഞ്ച്ഡ് മാരേജ്. രചന ഷാന റിസ്വാൻ. അവതരണം ഷാഹുൽ മലയിൽ. എഡിറ്റിംഗ് ഫൈസൽ സി എന്ന് ഊഞ്ഞേരി. ആദ്യമോള് എന്താടി പറ്റിയത്? ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ ഇങ്ങനെയല്ലായിരുന്നല്ലോ. കണ്ണാടിക്കുമ്പിൽ നിന്നും തല തോർത്തുന്നതിനിടെ അവളുടെ പിന്നിലൂടെ ചെന്ന് വട്ടം പിടിച്ചുകൊണ്ടവൻ പതിയെ ചോദിച്ചു. ഞാൻ കാരണാണോ സോനി നിങ്ങൾ തമ്മിൽ പ്രണയം തകർന്ന്? ഒറ്റ അലർച്ചയായിരുന്നു അവൾ ചോദിക്കുന്നതിനോടൊപ്പം ആ മിഴികൾ നിറഞ്ഞു തുളുമ്പി കവിളിലൂടെ ചാരിട്ടൊഴുകി. ഒരു നിമിഷം ഉത്തരം കൊടുക്കാൻ കഴിയാതെ ഫെബി തറഞ്ഞുപോയി. തന്നെ ചുറ്റിപ്പിടിച്ച് അവന്റെ കൈകളെടുത്തവൾ ദേഷ്യത്തോടെ വലിച്ചെറിയുമ്പോൾ അതിന്റെ പിന്നിലുള്ള കാരണം എന്താണെന്ന് അവൾക്ക് തന്നെ അറിയില്ലായിരുന്നു. ഒന്നുകൂടി ബാത്റൂമിലേക്ക് കയറി കണ്ണുമുഖവും കഴുകി തിരിച്ചിറങ്ങി. ടവലെടുത്ത് മുഖം അമർത്തി തുടക്കുമ്പോൾ ഫെബിയുടെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. ആരോ അവളെ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടെന്ന് അവന് മനസ്സിലായി. ഡീ, ആരാ നിന്നോട് ഇല്ലാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞെന്ന്? ഇല്ലാത്തോ? എന്നിട്ടാണോ എന്നെ കാണുമ്പോഴൊക്കെ സോന മുഖം വീർപ്പിച്ച് നടക്കുന്നത്? അത്രയ്ക്ക് ഇഷ്ടത്തിലായിരുന്നു ഈ വെറുതെ എന്തിനാ എന്നെ നിങ്ങളുടെ ഇടയിലേക്ക് വലിച്ചുകൊണ്ട് വന്ന്? അവിടെ എങ്ങനെ നിക്കായിത്ത പോരായിരുന്നോ? ഭ്രാന്തി കയറി തുടങ്ങിയിരുന്ന ആദിക്ക് കാര്യങ്ങൾ കൈവിട്ടു പോയാണെന്നൊരു പേടി ഫെബിയിൽ ഉടലെടുത്തു. ഈ അവസ്ഥയിലാണെങ്കിൽ അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. കുറെ ദിവസമായില്ലേ നീ മോളെ കാണുന്നു പറയുന്നു. ചെന്ന് ഡ്രസ്സ് മാറ്, നമുക്കൊന്ന് വീട് വരെ പോയിട്ട് വരാം. ഞാൻ വരുന്നില്ല, കാനത്തിൽ പറഞ്ഞുകൊണ്ട് ആദ്യം മുഖം വെട്ടിച്ചു. വരും, ആദ്യം വരും. ഷാബ് വിളിച്ചിരുന്നു രാവിലെ, നിന്നെയും കൂടെ ഒന്നവിടെ ചെല്ലാൻ പറഞ്ഞു. അതും പറഞ്ഞ് വാൾഡ്രോപ്പ് തുറന്ന് ആൾക്ക് മാറിയിടാനുള്ള ഡ്രസ്സ് അവൻ തന്നെ സെലക്ട് ചെയ്ത് കൊടുത്തു. കോട്ടത്തിൽ അവന് വേണ്ടെടുത്ത് നേരെ ഡ്രസ്സിംഗ് റൂമിലേക്ക് നടന്നു. ഡ്രസ്സ് മാറി പുറത്തിറങ്ങിയപ്പോൾ കാണുന്നത് അവൻ കയ്യിലേക്ക് വെച്ചു കൊടുത്ത സെൽവാർ പണിഞ്ഞ് കുത്തനെ നിൽക്കുന്ന ആദിയെയാണ്. വേറെ പതിവ് ഒരുക്കങ്ങളൊന്നും ആ മുഖത്ത് പോലും കാണാനില്ല. അവളുടെ ഉള്ളിൽ എത്രത്തോളം ടെൻഷൻ ഉണ്ടെന്ന് ആ നിൽപ്പ് കണ്ടപ്പോൾ തന്നെ അവന് മനസ്സിലായി. ആദിയുടെ കയ്യിൽ പിടിച്ച് മിററിന് മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തിയവൻ ശേഷം സ്റ്റാൻഡ് മുകളിലെ ചീർപ്പ് കയ്യിലെടുത്ത് പാറി പറന്ന് കിടന്ന അവിടെ മുടികൾ ചീകിയൊതുക്കി ബണ്ണുകൊണ്ട് കെട്ടിവെച്ചു. വെളുപ്പ് വളർന്ന അവിടെ മിഴികളിൽ കാജൽ സ്റ്റിക്ക് ഉപയോഗിച്ച് നീട്ടി വരച്ചു. മതി, ഇത്ര മതി. അവളുടെ മുഖമൊന്നാകിയൊന്ന് കണ്ണോടിച്ച ശേഷം തൃപ്തിയോടെ അവൻ സ്വയം പറഞ്ഞു. എല്ലാം മറന്ന് കുറച്ചു സമയം ആദ്യം അവനെ തന്നെ നോക്കിയെന്ന് പോയി. വടി പോ. ചാവിയുമെടുത്തവൻ വെളിയിലേക്ക് ഇറങ്ങി. പുറകിലായി ആദ്യം താഴെ ചെന്ന് ഉമ്മയോടും ഉപ്പയോടും കാര്യം പറഞ്ഞ് മുറ്റത്തേക്ക് ഇറങ്ങിയപ്പോഴുണ്ട് ഊഞ്ഞാലിൽ സോനിയിരിക്കുന്നു. ദാ നീ കയറിയിരുന്നോ? ഞാനിപ്പോരാ, അവളോടും ചോദിക്കട്ടെ. ചാവി ആദിക്ക് നേരം നീട്ടിക്കൊണ്ട് അവൻ പറഞ്ഞു. അവളോട് എന്ത് ചോദിക്കാൻ? അവന്റെ കയ്യിൽ നിന്നും ചാവി വാങ്ങിക്കൊണ്ട് അവൾ സംശയത്തോടെ നെറ്റി വിളിച്ചു. നേരത്തെ എന്തു പറഞ്ഞിട്ട് എന്റെ കുട്ടിയുടെ മനസ്സ് വേദനിപ്പിച്ചെന്ന് അറിയണല്ലോ. അവന്റെ മറുപടി കേട്ട് ആദിയുടെ കണ്ണു തള്ളി. ഫെബിക്ക വേണ്ട. ആൾ വിലക്കുന്ന കാര്യമാക്കാതെ ഫെബി സോനക്കരികിലേക്ക് ചെന്നു. സോന. ഫോണിൽ നിന്ന് മുഖമുയർത്തി അവൾ ഫെബിയെ നോക്കി. അതോടൊപ്പം ആദ്യത്തിന്റെ കൈകൾ നെറ്റിയിലേക്ക് ചേർത്ത് മിഴികൾ ഇറുക്കി അടച്ചു. എന്താ ഫെബിക്ക? നീ എന്തിനാ ആദ്യം കാണുമ്പോഴേക്കും മുഖം വീർപ്പിച്ചിരിക്കുന്നത്? ആര് മാത്രം എന്തെങ്കിലും കുറ്റം ചെയ്തവള്? ഒരു വീട്ടിൽ കഴിയുമ്പോൾ ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? അപ്രതീക്ഷിതമായ ഫെബിയുടെ ചോദ്യം ചെയ്യൽ പകച്ചുപോയിരുന്നു സോന. ആദി ചെന്ന് എന്തൊക്കെയോ പറഞ്ഞു കൊടുത്ത് അവനെ പിരികേറ്റി വിട്ടാണെന്ന് അവൾ ഊഹിച്ചു. സോനയുടെ കടുത്ത നോട്ട് ആദിയിലേക്ക് നീണ്ടു. ആദി എന്ത് ചെയ്യണമെന്നറിയാൻ നിന്ന് പരിങ്ങി. അവളെ നോക്കി പേടിപ്പിക്കാനും നിന്നോട് പറഞ്ഞു. എന്ത് കുറ്റം ചെയ്തിട്ടാ നീ അവളിങ്ങനെ അവോയ്ഡ് ചെയ്യുന്ന സോന? നിന്നോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ള ആവശ്യമില്ലാത്തൊന്നും മനസ്സിൽ കൊണ്ട് നടക്കരുതെന്ന്. അത് നമ്മൾ വെറുതെ തമ്മിൽ തെറ്റാൻ ഒരു കാരണമാവുകയുള്ളൂ. ഇനി മേലാ നിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെയൊന്നും ഉണ്ടാവരുത്. അതുപോലെ മോശമായ വല്ല പെരുമാറ്റം ആദ്യം നിനക്ക് ഉണ്ടായാ അത് എന്നോടും പറയാം. സോനക്ക് ഉത്തരവൊന്നും ഉണ്ടായിരുന്നില്ല. ഫെബിക്ക് മൈൻഡ് കൊടുക്കാതെ അവൾ ശ്രദ്ധ മറ്റെന്തിലോ തിരിച്ചുവിട്ടു. കൂടുതൽ സംസാരിച്ച് സമയം കളയാതെ ആദ്യം വിളിച്ച് അവൻ കാറിൽ കയറി അവിടുന്ന് യാത്ര തിരിച്ചു. വണ്ടി പോയി കഴിഞ്ഞെന്ന് ഉറപ്പായതും കണ്ണിൽ കനലുമായി സോന ആ ഭാഗത്തേക്ക് തന്നെ തുറിച്ചു നോക്കി. ഫെബി അത്രയും പറഞ്ഞാൽ സങ്കടം തോന്നുമ്പോൾ ആദ്യമുള്ള ദേഷ്യം ആളിക്കത്തിയായിരുന്നു അവളുടെ മനസ്സിൽ. ചോദിക്കുന്നതിനൊക്കെ ഒന്നോ രണ്ടോ വാക്കിൽ മറുപടി ഒതുക്കി പുറത്തേക്ക് നോക്കിയിരിക്കുകയാണ് ആദി. അവളുടെ മോന്തയുടെ വീക്കത്തിന് വലിയ മാറ്റമൊന്നും വരാത്തത് ഫെബി ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. റോഡ് സൈഡിൽ ആ വലിയ തണൽ മരത്തിനകലെ അവൻ വണ്ടി നിർത്തി. ഇപ്പൊ വരാം. ആദിയോട് പറഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങിയവൻ അടുത്തുള്ള കൂൾ ബാറിന് ലക്ഷ്യം വെച്ച് നടന്നു. 2 ചിക്ക് ഓർഡർ ചെയ്ത് അതിനായിട്ട് വെയിറ്റ് ചെയ്യുമ്പോഴും അവന്റെ ശ്രദ്ധ മുഴുവൻ കാറിനകത്തിരിക്കുന്ന ആദിയിലായിരുന്നു. ജ്യൂസ് വാങ്ങി അവൻ ആൾക്കരിയിലേക്ക് ചെന്നു. വാ ഇറങ്ങ്. അവൾ ഡോറിന്ന് പുറത്തേക്ക് ഇറങ്ങി. ഫെബിയർ ജ്യൂസ് അവൾക്കായി നീട്ടിയതും അവളത് വാങ്ങിച്ചു. ശേഷം അവളുടെ ഫുട്പാത്തിൽ ചെറിയ സിമെന്റ് ബെഞ്ചിലേക്ക് ഇരുന്നു. ഇപ്പോഴെന്താ മുഖത്തിനൊരു തെളിച്ചില്ലാത്തത്? എന്നെ വിശ്വാസമല്ലേ നിനക്ക്? ഞാൻ അവളെ മനസ്സിലിട്ട് നടക്കുകയാണെന്നാണ് നീ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്താ എന്നോട് ഇതുവരെ ഒന്നും തുറന്നു പറയാതിരുന്ന്? ഇത് പേടിച്ചിട്ട് തന്നെ. ഈ സ്വഭാവം മുന്നും പിന്നും ചിന്തിക്കാൻ നേരത്തെ കാണിച്ചു കൂട്ടിയുള്ള അക്രമങ്ങൾ ചെയ്താലൊന്ന് പേടിച്ചിട്ട്. ആദ്യം അവനെ തന്നെ നോക്കിയിരുന്നു. സോന ഇന്നു മുതലാണ് എന്നെ ശ്രദ്ധിച്ചു തുടങ്ങിയെന്ന് എനിക്കറിയില്ല ആദി. അവളുടെ മനസ്സിൽ എനിക്ക് ഇങ്ങനെ ഒരു സ്ഥാനമായിരിക്കും ഉറക്കത്തിൽ പോലും ഞാൻ വിചാരിച്ചില്ല. കല്യാണക്കാര്യം സംസാരിച്ചു തുടങ്ങിയപ്പോൾ ഉമ്മയാവെന്ന് പറയുന്നത് സോനയുടെ ഉള്ളിൽ എന്നോട് ഇങ്ങനെ ഒരു ഇഷ്ടമുണ്ടെന്ന് കേട്ടപ്പോൾ ഞാൻ ഷോക്കായിപ്പോയി. സത്യത്തിൽ എനിക്കെന്തോ വല്ലാത്ത ദേഷ്യം തോന്നി അവളോട്. ഞാൻ അപ്പോൾ തന്നെ അത് നിരസിക്കുകയും ചെയ്തു. പിന്നീട് ഒരുപാട് തവണ ഉമ്മയും മാമിയും ഉപ്പയൊക്കെ ആവർത്തിച്ച് പറഞ്ഞെങ്കിലും എനിക്ക് അവളോട് താല്പര്യം തോന്നിയില്ല. ഒരു ഭാര്യയായി കൂടെ കൂട്ടാൻ ഒരിക്കലും സാധിക്കില്ലായിരുന്നു. അത്രയ്ക്കും എൻ്റെ പെങ്ങളായി കണ്ടതാ ഞാൻ. പക്ഷെ എൻ്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കാൻ അവളും തയ്യാറായില്ല. അതിനുശേഷം നീയായിട്ടുള്ള ആലോചന വരുന്നത്. അപ്പോൾ തന്നെ മനസ്സിൽ നിന്ന് എന്നെ എടുത്തു കളയണമെന്ന് സോനയുടെ മുഖത്ത് നോക്കി പറഞ്ഞ എല്ലാം ക്ലിയർ ആക്കി ഇനി മുതൽ എന്നെ ഒരു സാഹോദരനായി മാത്രം കാണുമെന്ന് പറഞ്ഞു കൊടുത്തതിന് ശേഷമാണ് നമ്മൾ തമ്മിൽ നിൽക്കാൻ കഴിഞ്ഞ്.
ഇപ്പോഴും അവളുടെ മനസ്സിൽ അങ്ങനെയൊന്നുണ്ടെന്ന് എനിക്ക് തോന്നിയിട്ടില്ല. ചിലപ്പോൾ ആ സ്നേഹത്തിന്റെ എന്തെങ്കിലും അവശേഷിപ്പുകൾ കാണുമായിരിക്കും. അതുകൊണ്ടായിരിക്കും നിന്നോട് ദേഷ്യം കാണിക്കുന്നത്. അത് നീ കാര്യം കണ്ട. എന്തായാലും അവിടെ വിവാഹം വൈകില്ല. പുതിയൊരു ജീവൻ തുടങ്ങുന്നതോടെ അതുമായിട്ട് അവൾ പൊരുത്തപ്പെട്ടോളും. പിന്നെ നമ്മളെയൊന്നും മൈൻഡ് പോലും ചെയ്യാൻ അവൾക്ക് സമയം കാണില്ല. ഫെബി അങ്ങനെ ഓരോന്ന് സംസാരിക്കുമ്പോൾ ആദിയുടെ മനസ്സ് പല വഴിക്ക് ഓടുകയായിരുന്നു. അന്ന് ആദ്യമായി സോനയെ കണ്ടത് മുതൽ പിന്നീട് അവളോടൊപ്പമുള്ള ഓരോ നിമിഷവും ഫെബി അവളും തമ്മിൽ എന്തോ പ്രശ്നമുണ്ടെന്ന് ഇടയ്ക്കൊക്കെ തോന്നിയിരുന്നെങ്കിലും അതിന്റെ പിന്നിൽ ഈ കാരണമാണെന്ന് ഇപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത്. അതുപോലെ ഡോക്ടർ എന്ന് പറഞ്ഞ വാക്കുകൾ അവളെ സൂക്ഷിക്കണമെന്ന് ആ പറഞ്ഞ് സത്യമാവുകയാണോ? കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി അവൾ മനഃപൂർവ്വം എന്നെ വീഴ്ത്തിയിട്ടതാണോ? ചെറിയ രീതിയിലെങ്കിലും സംശയം തോന്നാതിരുന്നില്ല അവൾക്ക്. ആദ്യം വെറുതെ ആവശ്യമില്ലാത്ത ഒന്നിന്റെ പേരിലും നമ്മുടെ ജീവിതത്തിലെ നല്ല നിമിഷങ്ങൾ നശിപ്പിച്ചു കളയാൻ ആഗ്രഹിക്കുന്നില്ല ഞാൻ. നിന്നോടൊപ്പമുള്ള ഓരോ സെക്കൻഡുകളും മനോഹരമാക്കി തീർക്കാനാണ് എനിക്കിഷ്ടം. ഇനി അവളുടെ പേരും പറഞ്ഞാൽ അതൊന്നും ഇല്ലാതാക്കരുത്. എല്ലാം തുറന്ന് സംസാരിക്കാൻ കൂടി വേണ്ടിയാ നിന്നെ പുറത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന്. മനസ്സിലാവുന്നുണ്ടോ? മനസ്സിലായി. എനിക്കിപ്പോൾ എല്ലാം മനസ്സിലായി. പെട്ടെന്ന് അറിഞ്ഞപ്പോൾ ഞാനാകെ ഷോക്കായി പോയി. സോനയുടെ അവഗണനയും പിന്നെ നിങ്ങളതിനോടെല്ലാം മറച്ചു പിടിച്ചെന്ന തോന്നില്ല എനിക്ക് ഇത്രയും ദേഷ്യം വന്നു പോയത്. ഇപ്പൊ കുഴപ്പമൊന്നുമില്ല, കാര്യങ്ങളൊക്കെ ഏതാണ്ട് വ്യക്തമായി. പുഞ്ചിരിച്ചുകൊണ്ട് ആദ്യം ഫെബിയെ നോക്കി. ശേഷം ഗ്ലാസ്സിൽ ബാക്കി വന്ന ജ്യൂസ് വലിച്ചു കുടിച്ച് ഇരുവരും എഴുന്നേറ്റു. ഗ്ലാസും പൈസയും കൊടുത്ത് അവർ വണ്ടിക്കരികിലേക്ക് നടന്നു. അല്ലെങ്കിൽ തന്നെ കെട്ടികൾക്ക് ഡ്രൈവിംഗ് അറിയുമ്പോൾ ഞാനതിനെ അവർക്ക് റിസ്ക് എടുക്കുന്നു. ദാ നീ ഓടിച്ചാൽ മതി വണ്ടി. ചാവി അവൾക്ക് നേരെ നീട്ടിക്കൊണ്ട് ഫെബി പറഞ്ഞു. ആദ്യം അവന്റെ കയ്യിൽ നിന്ന് വാങ്ങി കാറിനകത്തേക്ക് കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തു. ഫെബി നല്ല അന്തസ്സായി സീറ്റിലേക്ക് ചാരിക്കിടന്നു. ഉറങ്ങിയാ ചവിട്ടും ഞാൻ. എന്നോട് സംസാരിക്കണം, ഇല്ലെങ്കിൽ എനിക്ക് ബോറടിക്കും. ഇല്ലടി ഉറങ്ങുന്നില്ല. എന്നാൽ ഞാൻ വേറെ കാര്യം ചോദിക്കട്ടെ നിങ്ങളോട്? എന്ത് കാര്യം? നിങ്ങൾ ശരിക്കൊരു പ്രണയിലായിരുന്നു. എന്നോട് പണ്ട് പറഞ്ഞ ആ കഥ അവള് പിന്നെ കണ്ടിട്ടുണ്ടോ? ഏയ്, മാരേജ് കഴിഞ്ഞാൽ പിന്നെ കണ്ടിട്ടില്ല. ഇൻസ്റ്റയിൽ ഫോളോ ചെയ്യുന്നുണ്ട്. ഭർത്താവും മക്കളൊക്കെ ആയിട്ട് സുഖമായിട്ട് ജീവിക്കുന്നുണ്ട്. ഞാൻ പലതവണ ചോദിച്ചിട്ടും അവളുടെ പേര് മാത്രം നിങ്ങൾ എന്നോട് പറഞ്ഞില്ലല്ലോ. അപ്പോഴേക്കും നിങ്ങളുടെ മുഖത്ത് വിരിയുന്ന ആ തെളിഞ്ഞ പുഞ്ചിരി അത് ഞാൻ കാണാനിട്ടല്ല, പിന്നെ വേണ്ടാന്ന് വെച്ചിട്ടാ. ഇപ്പൊ പറഞ്ഞ എനിക്ക് എന്താ അവളുടെ പേര്? പറയണോ? വേണം. എന്നാ കേട്ടോ. ആദില. എന്നെ കളിയാക്കാനല്ലേ പറഞ്ഞു, അവളുടെ പേര് പറയാനാ. നിന്നെ കളിയാക്കിയതല്ലേടി, അവളുടെ പേരാ ഞാൻ പറഞ്ഞ. ആദില. എന്താ? ആദി കണ്ണു നിറപ്പിച്ച് ഫെബിയെ നോക്കി. സത്യാണെടി, അവളുടെ പേര് ആദിലെന്നാ. ആദിക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല, പക്ഷേ സത്യമതായിരുന്നു. ഫെബിയുടെ പഴയ പ്രണയിയുടെ പേരും ആദില എന്നായിരുന്നു. ഓ, അപ്പൊ അതായിടക്കിടെ എന്നെ സ്നേഹത്തോടെ ആദി എന്ന് വിളിച്ചുകൊണ്ടിരിക്കുന്നല്ലേ? ഓടി, നീ നന്നാവാൻ പോകുന്നില്ല ഒരു കാലത്തും. എനിക്ക് അങ്ങനെ ഒരു പ്രതീക്ഷയില്ല. ഫെബി പിണങ്ങിക്കൊണ്ട് കണ്ണുകൾ അടച്ചു. ആദിയുടെ ചുണ്ടിൽ ഒരു കുസൃതി ചിരി തെളിഞ്ഞു നിന്നു. അരയേറം തറവാടിന്റെ ഗേറ്റ് കടന്ന് കാറ് മുറ്റത്ത് വന്ന് നിന്നു. ആ കണ്ട സിറ്റൗട്ടിൽ നിന്ന് ആശി എഴുന്നേറ്റ് അവർക്കരികിലേക്ക് ചെന്നു. അവനെ കണ്ടതോടെ കൂടെ ഒരാളുണ്ടെന്ന് ഓർക്ക പോലും ചെയ്യാതെ ഡോറും തുറന്ന് ഓടിയവൾ ആശയെ കെട്ടിപ്പിടിച്ചു. ഒരു വർഷത്തിന് ശേഷം ഗൾഫിൽ നിന്ന് വന്ന പോലെ നഷ്ടപ്പെട്ടു പോയ അവളുടെ ഊർജ്ജം മുഴുവൻ അതോടെ തിരിച്ചു കിട്ടിയിരുന്നു. ഒരു പുഞ്ചിരിയോടെ അവരെ നോയിക്കൊണ്ട് ഫെബിയും പുറത്തേക്ക് ഇറങ്ങി. ആദിയെ ചുറ്റിപ്പിടിച്ച കൈയെടുത്ത് മാറ്റി അവരെയും വിളിച്ച് ആശ അകത്തേക്ക് കയറി. ഉമ്മ, ദേ നിങ്ങളുടെ മോളും പുതിയാപ്ലയും. ആശി വിളിച്ചു പറയുന്ന കേട്ട് ആദ്യം ഇറങ്ങി വന്ന ശിഹാബാണ്. സലാം പറഞ്ഞുകൊണ്ട് അവൻ ഫെബി കൈ കൊടുത്തു. ശേഷം ആദിയുടെ തലക്കിട്ടൊരു കിഴുക്കും. സംസാരിച്ചുകൊണ്ട് അവർ മൂന്നുപേരും സെറ്റിലേക്ക് ഇരുന്നു. എനിക്ക് തീരെ വയ്യ, കെട്ടിയവന്റെ വീട്ടിൽ നിന്ന് പണിയെടുത്ത് മടുത്തു ഞാൻ പറഞ്ഞുകൊണ്ട് തളർച്ചയോടെ ആദ്യം ശിഹാബിന്റെ മടിയിലേക്ക് തലയും വെച്ച് കിടന്നു. അവളുടെ കാട്ടിക്കൂട്ടിൽ കണ്ട് ഫെബി അന്തം വിട്ട് വാ പൊളിച്ചു. രാവിലെ എഴുന്നേറ്റാൽ കോളേജിലേക്ക് പോകുന്നവരെ തേരാപ്പാര നടത്തവും അവളുടെ മേക്കപ്പും. പിന്നെ സമയം വൈകിയെന്ന് പറഞ്ഞ് ഉമ്മ എടുത്തു വെക്കുന്ന ചായയും കുടിച്ച് ഒറ്റ പോക്കാണ്. ഇനി വൈകുന്നേരം വന്നാലോ? ബസ്സിലെ തിരക്ക് കൊണ്ട് ഒരു വഴിയായി എന്ന് പറഞ്ഞ് അപ്പ കയറി കിടക്കും. ഒരു പണിയെടുക്കില്ല. എല്ലാം ചെയ്യുന്ന ഉമ്മയും മാമിയും ചേർന്ന്. എന്നിട്ടോ ഇവിടെ വന്ന് അവളുടെ ഒടുക്കത്തെ ഡയലോഗ് അടിയും. വെറുതെ അല്ല, സോനയ്ക്ക് അവളെ കണ്ണെടുത്താൽ കണ്ടുകൂടാത്ത് ഓർത്തുകൊണ്ട് ഫെബി പല്ലിയരിച്ചു. അവന്റെ മുഖഭാഗമാണ് ശിയാബിന് ചിരി വരുന്നുണ്ടായിരുന്നു. അത് കാര്യമാക്കാതെ വാത്സല്യത്തോടെ അവൻ ആദിയുടെ മൂർത്താവിലൂടെയും തലോടി. അപ്പോഴേക്കും ഉമ്മയും ഷിഫയും കൂടെ അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. ഉമ്മയുടെ കയ്യിലിരിക്കുന്ന വാവയെ കണ്ടപ്പോഴേ ആദി ചാടി എഴുന്നേറ്റ് കൈയും നീട്ടിക്കൊണ്ട് അവൾക്കരികിലേക്ക് ഓടിച്ചെന്നു. മാമിയുടെ പൊന്നേ, ഇവിടെ വാ. ഒരു സെക്കൻഡ് പോലും വേണ്ടി വന്നില്ല. ഒറ്റച്ചാടത്തിന് അവൾ ആദിയുടെ കൈകളിലേക്ക് എത്തിയിരുന്നു. കുഞ്ഞിനെയും കളിപ്പിച്ചുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങി. ഉമ്മയും ഷിഫയും ചേർന്നോടെ അവിടെ വലിയ വർത്തമാനങ്ങൾ തുടങ്ങി. ആഷിയുമെല്ലാം ഇരുന്നിടന്ന് എഴുന്നേറ്റ് ആദിക്ക് പിന്നാലെ ചെന്നു. എന്നിവിടെ നിൽക്കാമെന്നല്ലേ ചോദിച്ചുകൊണ്ട് അവൾക്കരികിലേക്ക് ചെന്നിരുന്നു. ഏയ്, തിരിച്ചു വേണം. അല്ലെങ്കിലും ഇപ്പൊ നിനക്കൊന്നിനും സമയമില്ല. ഏത് നേരം നോക്കിയാലും കെട്ടിയെന്നുള്ള ഒറ്റ ചിന്ത മാത്രമേ ഉള്ളൂ. അതൊന്നും പറഞ്ഞാ ഇപ്പൊ നിനക്ക് മനസ്സിലാവില്ല മോനെ. കല്യാണം കഴിച്ച് നോക്ക്, അപ്പൊ അറിയാം. ഓ പിന്നെ, ഒരു ഭാര്യ വന്നിരിക്കുന്നു. ആശയോളെ പുച്ഛിച്ചു. അതൊക്കെ പോട്ടെ, എന്താ നിന്റെ മോതകര് തെളിച്ചില്ലാത്ത? എന്നെ നാത്തൂനി ഇതൊരു ഗ്രീൻ സീൽ കാണിച്ചില്ലേ? ജാട അവൾക്ക് തെണ്ടി. ആശയ്ക്ക് ദേഷ്യം കൊണ്ട് മുഖം മുറുകി. ഞാൻ വിളിക്കട്ടെ, ഇനി എന്റെ ആങ്ങളെ കോമാളി കളിപ്പിച്ച നാത്തൂനായിട്ട് വേറെ പെണ്ണിനെ കണ്ടുപിടിക്കുന്ന പറയുന്നുണ്ട്. ആദ്യ ആശയെ സമാധാനിപ്പിച്ചു.
അതൊന്നും അവൾക്ക് ഏശില്ലെന്ന് ഉറപ്പുള്ളതുകൊണ്ട് അവൻ ആ ടോപ്പിക്കേ വിട്ടു. 3 മാസങ്ങൾക്ക് ശേഷമുള്ള രാത്രി സമയം തള്ളി നീക്കൊണ്ട് മുറിയിലാകമാനം തേരാപ്പാര നടക്കുകയാണ് ആദി. ഇതിനോടകം തന്നെ ഒരു 100 തവണ ഫെബിക്ക് വിളിച്ചെങ്കിലും അവനൊരു ഉപ്പയാവാൻ പോകുന്ന സന്തോഷ വാർത്ത മാത്രം അവൾ മറച്ചു പിടിച്ചു. അത് കേൾക്കുമ്പോഴുള്ള അവന്റെ മുഖം നേരിൽ കാണണം. പ്രണയത്തോടെ ഇടനെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് അവന്റെ ചുടുചുംബനങ്ങൾ കവിളിലും ചുണ്ടിലും ഏറ്റുവാങ്ങണം. ചിന്തകളാൽ കാട് കയറുമ്പോൾ ആഹ്ലാദം കൊണ്ട് അവിടെ ഹൃദയത്തിനകത്തളം തുടികൊട്ടുകയായിരുന്നു. നാളെയാണെങ്കിൽ മറ്റൊരു വിശേഷപ്പെട്ട ദിവസവും, ആദിയുടെ ബർത്ത്ഡേ. എറണാകുളത്ത് വെച്ച് നടക്കുന്ന സ്റ്റാഫ് മീറ്റിംഗിൽ പങ്കെടുക്കാൻ പുലർച്ചെ പോയതാണ് ഫെബി. കൂടാതെ കോളേജിലുള്ള ടീച്ചേഴ്സ് വേറെയുമുണ്ട്. മീറ്റിംഗ് കഴിഞ്ഞൊന്ന് കറങ്ങാനിറങ്ങി. ബുക്ക് ചെയ്ത ആദ്യ ട്രെയിൻ മിസ്സായി. അങ്ങനെ ലേറ്റായി. കണ്ണുകളടച്ച് ഓഫീസ് ചെയറിൽ നിന്ന് കറങ്ങുമ്പോൾ അയാളുടെ മനസ്സ് മുഴുവൻ ആദിയായിരുന്നു. ഇങ്ങനൊരു അവസരം ഒരുക്കി തന്നതിന് അവൻ ദൈവത്തിനോട് നന്ദി പറഞ്ഞു. പെട്ടെന്ന് വന്നൊരു ഓർമ്മയിൽ ഫോൺ എടുത്ത് BB എന്ന നമ്പറിലേക്ക് ഡയൽ ചെയ്തു. മറുവശത്ത് വെള്ളമടിച്ചു തുടങ്ങിയിരുന്ന അയാൾ. അപ്പോഴാണ് ഫോൺ റിംഗിന്ന് ശബ്ദം കേൾക്കുന്നത്. ഇരുന്നിടത്തുനിന്ന് ടേബിളിന് മുകളിലേക്ക് ഒന്ന് എത്തി നോക്കി. ബോസ് കോളിംഗ്. സ്ക്രീനിൽ തെളിഞ്ഞ പേരുണ്ട്. അയാൾ ചാടി എഴുന്നേറ്റു. പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്ത് ചെവിയോട് ചേർത്തു. ഹലോ ബോസ്, വാട്സാപ്പ് നോക്ക്, ഒരാളെ തീർക്കാനാണ് കൊട്ടേഷൻ. പറഞ്ഞു തീരുന്നതിന് മുമ്പേ അയാൾ വാട്സാപ്പ് ഓപ്പൺ ചെയ്തിരുന്നു. ആഷിഖ്, 21 വയസ്സ്. ചെറിയ പയ്യനാണല്ലോ, കൊല്ലണോ? അറിയാത്തന്നെ ചോദിച്ചു പോയ അയാൾ. ഇങ്ങോട്ടൊന്നും ചിലക്കണ്ട, നിന്നോട് ഞാൻ പറഞ്ഞ് ചെയ്താൽ മതി. സോറി ബോസ്. ജോലിക്ക് ശേഷം പ്രതിഫലം. ഓക്കെ ബോസ്. നാളെ ആഷിയുടെ ബർത്ത്ഡേ ആണ്. അന്നത്തെ ദിവസം അവൻ എന്ത് ഗിഫ്റ്റ് കൊടുക്കുന്ന റിൻഷ നാളുകൾക്ക് മുന്നേ ഉറപ്പിച്ചതാണ്. തന്റെ വായിൽ നിന്ന് അവൻ കേൾക്കാൻ കൊതിച്ച വാക്കുകൾ, അതെ, തന്റെ പ്രണയം. അത് അവനോട് തുറന്നു പറയാൻ തീരുമാനിച്ചു അവൾ. ഫോണും കയ്യിൽ പിടിച്ച് 12 മണിയാൻ വേണ്ടി ഓരോ നിമിഷവും തള്ളി നീക്കി കാത്തിരുന്നു. കറുത്ത ജാക്കറ്റ് അണിഞ്ഞതിന് ശേഷം കർച്ചീഫ് കൊണ്ട് മുഖം വരിഞ്ഞു മുറുക്കി കെട്ടി അയാൾ ടേബിളിലെ ബോക്സും കരുതി വെച്ച റെഡ് റോസും എടുത്ത് പുറത്തേക്ക് ഇറങ്ങി നടക്കാൻ തുടങ്ങി. ഇരുട്ടിൽ തപ്പി ചൂടുകൾ ഓരോന്ന് എടുത്തു വെക്കുമ്പോൾ ലക്ഷ്യം ഒന്ന് മാത്രം, ആദി. ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് കാലിറക്കാൻ തുടങ്ങിയതും ആദി ബെഡിലേക്കിരുന്നു. അപ്പോഴാണ് വാതിൽ മുട്ടി കേൾക്കുന്നത്. ഫെബിക്ക് വരാൻ സമയമായിട്ടില്ല. പിന്നെ ഇപ്പൊ ആരാണെന്ന് ചിന്തിച്ചുകൊണ്ട് അവൾ ചെന്ന് ഡോർ തുറന്നു. മുന്നിൽ നിൽക്കുന്ന ആ രൂപം കണ്ട ആദ്യം ഒന്ന് പകച്ചെങ്കിലും അയാളുടെ കയ്യിലെ റെഡ് റോസും പേപ്പർ ബോക്സും അവളിൽ സംശയം ഉണർത്തിച്ചു. ചിന്തിച്ചിരിക്കവേ അവളെയും കൊണ്ട് അയാൾ മുറിയിലേക്ക് കയറി കഥകടച്ചു. ആദിയുടെ ഉള്ളിൽ പെരുമ്പറ മുഴങ്ങി തുടങ്ങി. അവൾ ഭയത്തോടെ അയാൾ തന്നെ ഉറ്റുനോക്കി. അവന്റെ തീവ്ര നോട്ടവും അവളുടെ കരിമഷി കണ്ണുകളിലേക്കായിരുന്നു. ആരാ നിങ്ങള്? വേറെ ആർന്ന ശബ്ദത്തിൽ പതുക്കെ ചോദിച്ചവൾ. അവരൊന്നും മിണ്ടിയില്ല. അവളുടെ മുഖത്ത് നിന്ന് നോട്ടം പിൻവലിക്കാതെ നെറ്റിയിലൂടെ അലസമായി പാറിക്കിടക്കുന്ന മുടിഴകൾ പതിയെ പിന്നിലേക്ക് ഒതുക്കി വെച്ചു കൊടുത്തു. ആദ്യ വെപ്രാളത്തോടെ ഒരടി പുറകിലേക്ക് നീങ്ങി. നിങ്ങൾ ആരാണെന്ന് ചോദിച്ചത്? ഭയമുണ്ടെങ്കിൽ ഈ പ്രാവശ്യം അവളുടെ ശബ്ദം കടത്തിയിരുന്നു. എന്നിട്ട് ഒരു അക്ഷരം പോലും അവന്റെ ഭാഗത്തുനിന്നും മറുപടിയായി പുറത്തേക്ക് വന്നില്ല. അവളുടെ മനോഹരമായ നയനങ്ങളിൽ നിന്നും അവന് തന്റെ മിഴികളെ പിൻവലിക്കാനും സാധിച്ചില്ല. പേടി കാരണം അവളുടെ അധരങ്ങൾ കൂടി വിറകണ്ടു തുടങ്ങിയിരുന്നു. അപ്പോഴേക്ക് അവൻ തന്റെ കൈയിലുള്ള ബോക്സ് അവൾക്ക് നേരെ തുറന്നു കാണിച്ചു. ഹാപ്പി ബർത്ത്ഡേ ആദി എന്നെഴുതിയ ഒരു കുഞ്ഞ് കേക്ക്. അത് കണ്ട് വീണ്ടും ആദിയുള്ളിൽ സംശയമുണർന്നു. തന്നെ ഇത്രയും അറിയുന്ന ഒരാൾ, അതും ഈ നേരത്ത്. ഇനി ആരെങ്കിലും പറ്റിക്കാൻ വേണ്ടി വേഷം കെട്ടി വന്നാണെന്ന് തോന്നിപ്പോയി അവൾക്ക്. ചിന്തിച്ച് നിൽക്കുന്ന നേരം കേക്ക് ടേബിളിന് മുകളിലേക്ക് വെച്ച് ചുറ്റിലും മെഴുകുതിരികൾ കത്തിച്ചിരുന്ന അയാൾ. ആദിക്കൊരു പിടുത്തവും കിട്ടിയില്ല. എല്ലാം കൂടി കണ്ട് ഇപ്പോഴും അന്തം വിട്ട് നിൽക്കുകയാണോ? ഇനി ഫെബിക്കാന്റെ സർപ്രൈസ് വല്ലതും ആണോ ഇതെന്ന് ചിന്തിക്കാതിരുന്നില്ല. വീണ്ടും അയാൾ അവൾക്ക് നേരെ തിരിഞ്ഞു. മുമ്പത്തേക്കാൾ വേഗത്തിൽ അവളുടെ ഹൃദയം കിടന്ന് മിടിക്കാൻ തുടങ്ങി. ടവലിന് മുകളിലൂടെ അവൻ തന്റെ കയ്യിലെ റെഡ് റോസിലൊന്ന് മുത്തമിട്ടു. മെല്ലെ ആദിക്കരിയിലേക്ക് കാലെടുത്ത് വെച്ചു. അവളും പതിയെ പുറകോട്ട് ചലിച്ചു. ഒടുക്കം ചുമരിൽ തട്ടി നിന്നും കാറ്റിന് പോലും കയറാനിടയില്ലാത്ത അത്രയും അടുത്ത് അയാൾ അവളുടെ ശരീരത്തോട് ചേർന്നിരുന്നു. ആ മുഖം ഒന്നുകൂടി അവളിലേക്ക് അടുപ്പിച്ചതും ആദി കണ്ണുകൾ ഇറുക്കി അടച്ച് അവനോട് അപേക്ഷിച്ചു. പ്ലീസ്. അത്രയ്ക്ക് ദയനീയമായി മാറിയിരുന്ന അവളുടെ ശബ്ദം. എടാ ആഷി, ഇതെന്ത് പറ്റിയാണ് നിനക്ക്? നിന്റെ ഒറ്റ അശ്രദ്ധ കാരണം ഇന്നത്തെ കളിയിൽ നമ്മൾ തോറ്റുപോയത്. നല്ല പ്രതീക്ഷയായിട്ട് വന്നായിരുന്നു ഞാൻ. എല്ലാം നീ കളഞ്ഞു വിളിച്ചു. ഗ്രൗണ്ടിന്റെ ഒരറ്റത്തിരുന്ന് ബോട്ടിലെ വെള്ളം വായിലേക്ക് അമിഴ്ത്തുമ്പോഴാണ് ടീമിലെ മറ്റൊരുത്ത് അടുത്ത് വന്നിരുന്ന പരാതി പറയുന്നത്. അറിയില്ലടോ, എന്താ പറ്റിയെന്ന് എനിക്കറിയില്ല. മനസ്സിനും സുഖമല്ല. കാരണം അറിയാത്ത എന്തൊക്കെയോ അസ്വസ്ഥതകൾ. പോടെ, കഴിഞ്ഞു. ഇനി അടുത്ത മാച്ചിൽ നോക്കാം. ഇപ്പൊ നീ മേടിച്ചത് മൈൻഡ് ഒന്ന് ശരിയാക്ക്. ആശിയുടെ മുതിയിൽ തട്ടിക്കൊണ്ടാവാൻ പറഞ്ഞെങ്കിലും ആ വാക്കുകൾക്കൊന്നും ആശയെ ആശ്വസിപ്പിക്കാൻ കഴിഞ്ഞില്ല. അവന് നോക്കി വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു. ശേഷം അവിടുന്ന് എഴുന്നേറ്റ് ബൈക്കിനരികിലേക്ക് നടന്നു. ആദിയായിരുന്നു മനസ്സ് മുഴുവൻ. അവളെ കാണാൻ അങ്ങനെ ഉള്ളം വെമ്പുന്നു. ഈ പോക്ക് നേരം അവിടെ അരികിലേക്ക് വിട്ടാലോ എന്നായി അവന്റെ ചിന്ത. കണ്ടാലേ ഇനിയൊരു സമാധാനം കിട്ടുകയുള്ളൂ. വണ്ടിയിലേക്ക് കയറി സ്റ്റാർട്ട് ചെയ്യാൻ ഒരുങ്ങുമ്പോഴാണ് അവന് റിൻഷയെ ഓർമ്മ വരുന്നത്. ഇന്ന് രാവിലെ മുതൽ അവൾ വിളിക്കുകയാണ്. ഈ നിമിഷം വരെ അറ്റൻഡ് ചെയ്തിട്ടില്ല. അവളയച്ച മെസ്സേജിനൊന്നും ഒരു മറുപടിയും കൊടുത്തിട്ടുമില്ല. എന്നിട്ടും വീണ്ടും ഓരോന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവൾ. ഓർത്തപ്പോൾ അവന് വല്ലാതെ സാധാരണ തോന്നിപ്പോയി. വേഗം ഫോൺ എടുത്ത് അവൾക്ക് ഡയൽ ചെയ്തു. ഒറ്റ റിങ്ങിന് മുമ്പേ തന്നെ അവൾ കോൾ അറ്റൻഡ് ചെയ്തിരുന്നു. നീ ഇതും പിടിച്ചോണ്ടിരിക്കുകയാണോ? അവൻ കള്ളദേശം നടിച്ചുകൊണ്ട് ചോദിച്ചു. എന്നെ വിളിക്കാൻ ആളുണ്ടല്ലോ, പിന്നെ എന്തിനാ പിടിച്ചിരിക്കുന്നത്?
ആ മറുപടിയിൽ അവന്റെ ചുണ്ടിലേക്ക് ചെറിയൊരു പുഞ്ചിരി എത്തി. മനസ്സിനൊരല്പം ആശ്വാസം തോന്നി. ശാന്തമായ സംസാരത്തിൽ ഇരുവരുടെയും ഉള്ളിൽ ഒന്നുകൂടി തീവ്രമായ പ്രണയം നിറഞ്ഞു. എന്നിട്ടും ബർത്ത്ഡേയുടെ കാര്യമൊന്നും ചോദിച്ചില്ല അവൾ. 12 മണിയാവട്ടെ എന്ന് കരുതിയിരുന്നു. ആ ഫോൺ സംഭാഷണം നിലയ്ക്കുമ്പോൾ ആഷിയുടെ മനസ്സിൽ ഒന്നേ ഉള്ളായിരുന്നു. ആദി അവളെ കൂടി ഒന്ന് കണ്ടാൽ താൻ സന്തോഷവാനായി. ബർത്ത്ഡേ ആണല്ലോ, അവൾക്ക് സർപ്രൈസ് ആയിട്ട് കൊടുക്കാനായി ഷാബ്കയും ഉമ്മയൊക്കെ പോകുന്നുണ്ട്. കളി പെട്ടെന്ന് കഴിയില്ലെന്നിട്ട് ഞാൻ രാവിലെ ചെന്ന് കണ്ടോളെന്നായിരുന്നു നിക്കയോട് പറഞ്ഞു. ഇനി അതിന്റെ ആവശ്യമില്ല. ഫ്രഷ് ആയിട്ടില്ലെന്നേ ഉള്ളൂ. എൻ്റെ അവിടെയും ശരീരത്തിലുള്ള ഒരേ ചോരയും വീർപ്പല്ലേ, പിന്നെന്താ കുഴപ്പം? ബുള്ളറ്റ് സ്റ്റാർട്ട് ചെയ്തോ മേറുള്ളിലേക്ക് കയറി. ആദി പേടിയുണ്ടോ എന്നെ? പരിചിതമായ ആ ശബ്ദം കാതുകളിലേക്ക് തുളഞ്ഞേറിയതും കണ്ണുകൾ വെട്ടിത്തുറന്ന് സംശയത്തോടെ അവനെ തുറിച്ചു നോക്കി. നീ നീ ആദ്യം തലയിൽ തൊപ്പി ഊരി മുഖത്ത് കെട്ടിവെച്ച ടവലഴിച്ചു. ആ മുഖം കണ്ട ആദ്യം ഞെട്ടിയെങ്കിലും പിന്നീട് അത്ഭുതം തോന്നി. എടാ നീയായിരുന്നു ഇത്? മനുഷ്യരെ പേടിപ്പിക്കാനായിട്ട് ആ മനപ്പൂർവ്വം വന്നാലേ എന്നെ സർപ്രൈസ് ചെയ്യിക്കാനായിട്ട്? അതുവരെ അനുഭവിച്ച ടെൻഷനെല്ലാം അതിനോടകൾ മറന്നുപോയിരുന്നു. നീ വാ, ഫെബിക്കപ്പ് വരും, എന്നിട്ട് നമുക്ക് ഈ കേക്ക് കട്ട് ചെയ്യാം. എന്തിനാ അവൻ വേണ്ട, എനിക്കിഷ്ടമല്ല. ഞാനില്ലാത്ത നേരത്തെ എന്റെ പ്രണയം തട്ടിയെടുത്ത ചതിയനാവൻ. നീ എൻ്റെ അല്ലേ ആദി? നമ്മളൊന്നല്ലേ? നമുക്കിടയിൽ അവനെന്തിനാ? പോട്ടെ, എങ്ങോട്ടെങ്കിലും പോട്ടെ, നമുക്ക് നമ്മൾ മാത്രം മതി. ആളുടെ അരക്കെട്ടിലൂടെ കൈയിട്ട് തന്റെ ശരീരത്തിലേക്ക് ചേർത്ത് നിർത്തി പറയുമ്പോൾ ഒരുതരം ഉന്മാദത്തിലെത്തിയായിരുന്നു അവൻ. ഖാലിദ്, തലക്ക് വെളിവില്ലാതെ നിനക്ക് എന്താ അസംബന്ധം ഈ വിളിച്ചു പോന്ന്? മദ്യപിച്ചിട്ടുണ്ട് നീ? എന്നെ വിടാനാ പറഞ്ഞേ. അവന്റെ സംസാരത്തിലും പെരുമാറ്റത്തിലും ആദ്യം കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് എനിക്ക് ഇഷ്ടമായതുകൊണ്ടാ. നിന്നെ വേണ്ടെന്ന് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ആദി. പ്ലീസ് ആദി, എത്ര കാലം നിന്നെയും ചങ്കിലിട്ട് കൊണ്ടുനടക്കുന്നു, ഒന്ന് മനസ്സിലാക്ക് നീ. ഖാലിദ് അവിടെ മുന്നിൽ നിന്ന് കെഞ്ചി. നീ കാണിക്കുന്ന ഭ്രാന്തിന്റെ പേര് പ്രണയുന്നല്ല, നിന്റെ സാഹോദരന്റെ ഭാര്യ ഞാൻ. വിടന്നെ. കലി പൂണ്ടവൾ അവന്റെ കൈക്കുള്ളിൽ നിന്ന് കുതിരിമാറാൻ ശ്രമിച്ചെങ്കിലും ഫലമുണ്ടായില്ല. കൂടുതൽ ശക്തിയോടെ അവളുടെ ശരീരത്തിലുള്ള അവന്റെ പിടി മുറുകിക്കൊണ്ടിരുന്നു. റെയിൽവേ സ്റ്റേഷനിൽ നിന്നും ഫെബി തനിച്ചാണ് ഡ്രൈവ് ചെയ്ത് വന്ന്. മണിക്കൂറുകൾ നീണ്ട യാത്രയാവും നന്നേ ക്ഷീണിതനായിരുന്നു. എങ്കിലും വീട്ടുമുറ്റത്ത് കാർ വന്ന് നിർത്തിയപ്പോൾ എന്തിനോ ഹൃദയത്തിൽ സന്തോഷം അലതല്ലുന്നുണ്ടായിരുന്നു. പുറകിലത്തെ സീറ്റിൽ നിവർത്തി വെച്ച ആ വലിയ റെഡ് റോസ് ബൊക്കെ കൈകളിലേക്ക് എടുത്തവൻ നെഞ്ചോട് ചേർത്ത് പിടിച്ച് മൃദുവായി അതിലൊന്ന് മുത്തമിട്ടു. ചുവന്ന റോസാപ്പൂക്കളോട് ആദിക്ക് അത്രയും പ്രിയമാണെന്നുള്ളത് കൊണ്ട് തന്നെ കുറേയേറെ സമയമെടുത്താണ് അവനത് ചെയ്യിപ്പിച്ചെടുത്ത്. പിന്നെ അവന്റെ പേര് ഒത്തിയൊരു ഗോൾഡ് റിങ്ങും. അവളറിയാതെ അവനെ കുറച്ച് ദിവസം മുന്നേ തന്നെ പറഞ്ഞു ഏൽപ്പിച്ചിരുന്നു. ഇന്ന് വേണമെന്ന് നിർബന്ധമുള്ളതുകൊണ്ടും സമയം ഒരുപാട് വൈകിയതുകൊണ്ടും വളരെ ബുദ്ധിമുട്ടിയാണ് അത് വാങ്ങിച്ചെടുത്ത്. ആ മോതിരം ചുണ്ടിലേക്ക് അടുപ്പിക്കുമ്പോൾ അവന്റെ കണ്ണുകളിൽ ഒരു പ്രത്യേക തിളക്കമുണ്ടായിരുന്നു. പ്രാണനായവൾക്ക് നൽകാനുള്ള വിലപ്പെട്ട സമ്മാനം ഓർത്തുകൊണ്ട് അവനൊന്ന് പുഞ്ചിരിച്ചു. പെട്ടെന്നാണ് അവന്റെ ഫോൺ റിങ്ങിന്ന്. ശ്യാബാണെന്ന് അറിഞ്ഞ് അറ്റൻഡ് ചെയ്ത് ചെവിയോട് എടുത്തു. എടാ, നീ എവിടെയാ? വീട്ടുമുറ്റത്ത്. നിങ്ങളോ? ഞങ്ങളും ദേ. പറഞ്ഞതിലും ശ്യാബിന്റെ കാർ ഗേറ്റ് കടന്നു വന്ന് ഒരുമിച്ചായിരുന്നു. ഫെബി അപ്പോൾ തന്നെ പുറത്തേക്ക് ഇറങ്ങി. വണ്ടി സൈഡാക്കി ശ്യാബും ബാക്കിയുള്ളവരും അവൻ അവരുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ ഫസ്റ്റ് പോവാം, ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴേക്കും നിങ്ങൾ മേലെ കയറി വന്നാൽ മതി. ഓക്കെ. കാറിൽ നിന്നും ആൾക്കുള്ള ഗിഫ്റ്റ് എടുക്കുന്നതോടൊപ്പം ഫ്രണ്ട് ഡോർ തുറക്കാൻ പറഞ്ഞുകൊണ്ടവൻ ഉമ്മയുടെ ഫോണിലേക്ക് വിളിച്ചിരുന്നു. വാതിൽ മുട്ടി വീഴുന്ന ശബ്ദം കേട്ട് ആദ്യം ഞെട്ടി കണ്ണുകൾ മിഴിച്ചു. കാലിനാണെങ്കിൽ ഒരു കൂസലുമില്ലാതെ അതേ പണി നിൽക്കുന്നു. മോളെ ആദി, വാതിലൂന്നേ, ഇത് ഞാനടി, ഇക്കയാ. പുറത്തുനിന്ന് ഫെബിയുടെ ശബ്ദം കേട്ട് ആശ്വാസം തോന്നിയ ആദി സർവ്വശക്തിയും വീണ്ടെടുത്ത് ഒറ്റത്തള്ളിന് കാലിദിനെ പുറകോട്ടാക്കി വാതിലിന് നേരെ പാഞ്ഞു. പൊടുന്നതിനെ കാലിദ് അവിടെ കൈത്തണ്ടിൽ പിടുത്തമിട്ട് തന്റെ ശരീരത്തിലേക്ക് വലിച്ചടുപ്പിച്ചു. ഒരു നിമിഷം അവിടെ ആ മിഴികളിലേക്ക് തന്നെ നോക്കി നിന്നു അവൻ. വീട്ടന്നെ, എന്താ നിങ്ങൾ ഈ കാണിക്കുന്നത്? ഞാനെന്ത് കാണിച്ചു എന്നാ നീ പറയുന്നത്? ഫെബിയില്ലാത്ത നേരത്ത് എന്നെ ഈ മുറിയിലേക്ക് നീ ക്ഷണിച്ചു വരുത്തിയല്ലേ? എന്താ പറഞ്ഞ്? ഞാനോ? ഞാൻ വിളിച്ചെന്നോ? ദേഷ്യം കൺട്രോൾ ചെയ്യാൻ കഴിയാതെ ആദ്യം അവന്റെ ജാക്കറ്റിൽ പിടിച്ചുലച്ചു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം.